ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ടൈഫോൺ ഫാമിലി. 1997-ലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഹീറോയുടെ അച്ഛൻ ജിനയും ടൈഫോൺ ട്രേഡിംഗ് കമ്പനിയുടെ ഓണർ ആണ്. അന്ന് അവിടെ വെച്ച് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അവരുടെ കമ്പനിയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. 26 വർഷമായി കമ്പനി ആരംഭിച്ചിട്ട് ഹീറോയുടെ അച്ഛന്റെ ഹാർഡ് വർക്കാണ് ആ കമ്പനി ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. അവിടെ എല്ലാവരും ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്നും കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചുമാണ് ഇന്റർവ്യൂവിൽ പറയുന്നത്. ഹീറോയും സെയോണും അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടെ ചെറിയ പേപ്പർ വർക്കും പിന്നേക്ക് ലീനിങ്, ചായ കൊടുക്കുന്നത് അങ്ങനെയുള്ള ജോലികളാണ് സെയോൺ ചെയ്യുന്നത്. അടുത്ത സീനിൽ ഒരു നൈറ്റ് ക്ലബ്ബാണ് കാണിക്കുന്നത്. അവിടെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നത് ഹീറോയെയാണ്. അതിനിടയിലേക്ക് ഹീറോയുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഐ ലവ് യു അമ്മ, ഇതൊക്കെ ടിവിയിൽ വരുമോ എന്നൊക്കെ ചോദിച്ച് അവർ ആ ഇന്റർവ്യൂ കൊളമാക്കുന്നു. അങ്ങനെ അവർ അകത്തേക്ക് കയറാൻ നേരം ഹീറോയുടെ ഫ്രണ്ട് അവനോട് ചോദിച്ചു, നിന്റെ ഷർട്ട് കൊള്ളാലോ, ഇത് ബ്രാൻഡഡ് ആണോ? അതെന്ന് പറഞ്ഞു. ഹീറോ അവിടെ നിന്ന് കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. അകത്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും ഹീറോ വരുന്നതും എല്ലാ പെൺകുട്ടികളും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഹീറോയും ഫ്രണ്ട്സും നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ പേജറിലെ മെസ്സേജ് ഒക്കെ വായിച്ചുകൊണ്ട് നടന്നു മറ്റൊരു റൂമിലേക്ക് കയറുന്നുണ്ട്. റൂം മാറിപ്പോയെന്ന് മനസ്സിലായി അവൻ സോറി പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പോകുന്നതും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി റിമി പോകല്ലേ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്ന് ഹീറോയെ ഹഗ് ചെയ്യുന്നു. അവൾ ചോദിച്ചു, നീ അടുത്ത റൂമിലാണോ? ഞാനും നിന്റെ കൂടെ വരുന്നു. ഹീറോ അവളോട് പറയുന്നുണ്ട്, നീ വരണ്ട, ഞാൻ പോട്ടെ എന്നൊക്കെ. പക്ഷേ അവൾ പിടിവിടുന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന അവളുടെ കൂടെയുണ്ടായിരുന്ന ഫ്രണ്ട് ജൂൺ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് എല്ലാം തട്ടിമറിക്കുന്നു. അവൻ പറഞ്ഞു, എന്റെ പാർട്ടി കുളമാക്കിയിട്ട് നീ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചോ? ഹീറോ പറഞ്ഞു, ശരി, ഈ ഫുഡിന്റെ പൈസ ഞാൻ കൊടുത്തുകൊള്ളാം. ഇവിടെ വെറുതെ അലമ്പ് ഉണ്ടാക്കാതെ. ക്ലബ്ബിൽ വന്നത് ഡാൻസ് കളിക്കാൻ ആണെങ്കിൽ പോയി ഡാൻസ് കളിക്ക്. അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന ഹീറോയെ അവൻ ഒരു ഗ്ലാസ് കൊണ്ട് എറിഞ്ഞു. അതുകൊണ്ട് ഹീറോയുടെ മുഖത്ത് മുറിവ് പറ്റുന്നുണ്ട്. എന്നിട്ടും ഹീറോ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചു പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ അവിടെ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വന്ന വെയിറ്റിനെയും അവൻ ഒരു കാര്യവും ഇല്ലാതെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ഹീറോ അവനെ തടഞ്ഞിട്ട് ആ വെയിറ്ററിനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അതേസമയം റിമി, നിങ്ങൾ അടിനിർത്ത് എന്ന് പറഞ്ഞു ഹീറോയുടെ കയ്യിൽ പിടിക്കുന്നു. ഹീറോയാണെങ്കിൽ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അവളെ തള്ളി മാറിയിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നതിനിടെ ജൂൺ ഹീറോയുടെ തലക്കിട്ട് ചേറിന് അടിച്ചു. നെറ്റിയിൽ നിന്ന് ചോരതുള്ളികൾ അവന്റെ ഷർട്ടിലേക്ക് വീണു. എന്നിട്ടും അടിനിർത്താതെ ജൂൺ ഒരു ബോട്ടിലും പൊട്ടിച്ചു ഹീറോയുടെ നേരെ വരുന്നു. ഹീറോ പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. ഹീറോയുടെ ഫ്രണ്ടും അവിടെ ഉണ്ടായിരുന്നു. അവനും അവർക്കിട്ട് 4 കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അവിടെ മൊത്തം പ്രശ്നമായി. അവസാനം ഇവർ പോലീസ് സ്റ്റേഷനിലും ആയി. അടുത്ത സീനിൽ സെയോൺ ഓടിവരുന്നതാണ് കാണിക്കുന്നത്. കോളേജിൽ അഡ്മിഷനു വേണ്ടിയാണ് അവൾ ഇത്ര തിടുക്കത്തിൽ വരുന്നത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവസാനം ക്യൂവിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവൾ എടുക്കാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റിന്റെ സീറ്റ് ഫുൾ ആയി കഴിഞ്ഞു. അങ്ങനെ അവൾക്ക് വേറെ സബ്ജക്റ്റിന് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നു. അതിനാണെങ്കിൽ ഫീസ് കൂടുതൽ ആയിരിക്കും. അവളുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവില്ല. ബസ് ടോക്കൺ എടുക്കുമോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഹീറോയുടെ ഫ്രണ്ടിന്റെ അമ്മ അവിടേക്ക് വരുന്നത് കണ്ട് ഫ്രണ്ട് അമ്മയുടെ പേര് വിളിക്കുന്നു. അമ്മ നേരെ വന്ന് അവന്റെ തലക്കിട്ടു 4 അടി കൊടുക്കുന്നുണ്ട്. നീ എന്റെ പേര് വിളിക്കുന്നോ? നിന്റെ ഷർട്ട് എവിടെ എന്നൊക്കെ ചോദിച്ചു നല്ല വഴക്ക് പറയുന്നുണ്ട്. അതേസമയം ഹീറോയുടെ അമ്മ അവിടെ വന്ന് ഹീറോയുടെ മുഖത്തെ മുറിവുകൾ ഒക്കെ കണ്ട് അമ്മ ആകെ ഷോക്ക് ആകുന്നുണ്ട്. അമ്മ, എന്റെ മോൻ എന്തു പറ്റി? നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിനിടയിൽ ഫ്രണ്ടിന്റെ അമ്മ ഹീറോ കാരണമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു അവനെ അടിക്കാൻ പോകുമ്പോൾ അവനെ അടിക്കല്ലേ, അവൻ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞു അവരെ തടയുന്നു. എത്രയും വലുതായിട്ടാണോ ഇവനെ ചെറിയ കുട്ടിയെന്ന് പറയുന്നതെന്ന് അവർ ചോദിച്ചു. ഹീറോയുടെ അമ്മ പറഞ്ഞു, എന്നാ അടിച്ചോ, പക്ഷേ അവന്റെ മുഖത്ത് അടിക്കല്ലേ, തലയുടെ പിന്നിൽ അടിച്ചാ മതി. ഹീറോയാണേൽ എന്റെ തല പൊട്ടിയിരിക്കാണ്, അവിടെ അടിക്കല്ലെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ടിന്റെ അമ്മ അതൊന്നും കേൾക്കാതെ രണ്ടിനേറ്റും നല്ല അടി കൊടുക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഇക്കാലത്തു ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. രണ്ടുപേരും അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുന്നു പോലും ഇല്ല. ഇവരുടെ ബഹളം കേട്ട് ലോക്കപ്പിൽ കിടക്കുന്ന ആൾ വരെ പറഞ്ഞു അവരോട് മിണ്ടാതെ ഇരിക്കാൻ. എന്നാൽ ഫ്രണ്ടിന്റെ അമ്മ, നീ ആരാ എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ എന്ന് പറഞ്ഞു അകത്ത് കിടക്കുന്ന ആളെ കമ്പിയുടെ ഇടയിലൂടെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് ഓഫീസർ അവരെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും ഹീറോയുടെ അച്ഛൻ അവിടേക്ക് വന്നു. ഹീറോയോട് പറഞ്ഞു, നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം നീ തന്നെ തീർക്കുക, എനിക്കൊന്നും വയ്യ ഇതിലൊക്കെ ഇടപെടാൻ എന്ന മട്ടിൽ അച്ഛൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു, ഇവരെ ഇവിടെ വിട്ടിട്ടു പോയാൽ എനിക്ക് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടിവരും. അതിനിടയിൽ ഇവരോട് പ്രശ്നമുണ്ടാക്കിയ ജൂണിന്റെ അച്ഛനെ കണ്ട് ഹീറോയുടെ അച്ഛൻ ഹീറോ ഉണ്ടാക്കിയ പ്രശ്നത്തിന് മാപ്പ് ചോദിക്കുന്നു. അയാളും ഒരു വലിയ ബിസിനസ്മാനാണ്. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് ഹീറോയുടെ അച്ഛൻ പൈസ കടം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും
അച്ഛൻ അയാളോട് ഇത്ര ബഹുമാനത്തോടെ പെരുമാറുന്നത്? അയാൾ പോകാൻ നേരവും ജൂൺ ഹീറോയെ അടിക്കാൻ വരുന്നുണ്ട്. എന്നാൽ ഹീറോയുടെ അച്ഛൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അവസാനം ഹീറോയെയും ഫ്രണ്ടിനെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വിടുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ടിന്റെ അമ്മ അവനെ അപ്പോഴും വഴക്ക് പറഞ്ഞിട്ട് ചെവിക്ക് പിടിച്ച് വലിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഹീറോയുടെ അമ്മ അവന്റെ പേഴ്സ് മേടിച്ചെടുത്തു. അതേസമയം ഹീറോയുടെ അച്ഛൻ അവനെ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്ത് നീ നിന്റെ പേരൻസിനെ പോലീസ് സ്റ്റേഷനിൽ കയറിയിറക്കിട്ട് മാപ്പ് പോലും പറയുന്നില്ല. നീ എന്റെ മകനായി ജനിച്ചതിൽ എനിക്ക് നാണക്കേടാണ് തോന്നുന്നത്. ഇതെല്ലാം കേട്ട് ഹീറോ പറഞ്ഞു, കഴിഞ്ഞോ, എനിക്കൊരു 10,000 രൂപ തരാമോ? ഇത് കേട്ട് ദേഷ്യം വന്ന് അച്ഛൻ അവനെ അടിച്ചു. അച്ഛൻ അവനെ അടിച്ച ദേഷ്യത്തിൽ അവരുടെ കൂടെ പോകാതെ തനിച്ച എങ്ങോട്ടോ പോകുന്നു. ഹീറോ കുറച്ച് ദൂരെയുള്ള തന്റെ ഗാർഡനിലേക്കാണ് വന്നത്. അവിടെ ഇരുന്ന് തന്റെ വിഷമങ്ങളൊക്കെ ആ ചെടികളോട് പറയുകയാണ്. അച്ഛൻ എന്നെ ആദ്യമായിട്ടാണ് അടിച്ചത്, എന്താണ് പ്രശ്നം എന്നുപോലും എന്നോട് ചോദിച്ചില്ല. ഹീറോ തന്റെ വിഷമങ്ങൾ ഒക്കെ മാറാൻ വേണ്ടി പാട്ടൊക്കെ വെച്ച് ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം ഡാൻസും കളിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഹീറോ തന്റെ ഗാർഡനിൽ നിന്ന് എടുത്ത കുറച്ചു പൂക്കളുമായി ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. അവൻ ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. പെട്ടെന്ന് ഉറങ്ങിപ്പോയ അവൻ മുന്നിലുള്ള പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വീഴുന്നു. അത് നമ്മുടെ ഹീറോയിൻ സെയോനാണ്. അവൻ അപ്പോൾ തന്നെ അവളോട് സോറി പറയുന്നുണ്ട്. ട്രെയിനിൽ വെച്ചും അവൻ ഉറങ്ങി വീഴാൻ പോകുന്നത് അവൾ കാണുന്നുണ്ട്. കുറച്ചു ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ അവൻ സീറ്റ് കിട്ടുന്നുണ്ടെങ്കിലും ഒരു വയസ്സായ സ്ത്രീ വരുമ്പോൾ അവന് മാറിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവൻ ഡോറിന്റെ അടുത്ത് വന്നു നിന്നു. സെയോൻ അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറങ്ങി വീഴാൻ പോകുന്നത് കണ്ട് അവൾക്ക് ചിരിവരുന്നുണ്ട്. ഹീറോയും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റേഷൻ എത്തുന്നതും അവൻ തിടുക്കത്തിൽ അവിടെ നിന്ന് പോകും. അവന്റെ കയ്യിൽ നിന്ന് ഒരു പൂവ് താഴെ വീണിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ ഹീറോയിൻ തന്റെ ഓഫീസിൽ എത്തി പതിവായി ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ പൂവ് അവൾ എടുത്തിരുന്നു. അതൊരു ബോട്ടിൽ എടുത്തു വെക്കുന്നുമുണ്ട്. ഹീറോ ആ പൂക്കൾ എല്ലാം തന്റെ വീട്ടിലേക്കാണ് എടുക്കൊണ്ടുപോയത്. അച്ഛൻ വരുമ്പോൾ ഹീറോ നല്ല ഉറക്കത്തിലാണ്. അച്ഛന് അവനോട് നല്ല സ്നേഹമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാറില്ല. അച്ഛൻ ഓഫീസിലേക്ക് പോകുവാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അമ്മ വന്നിട്ട്, നിങ്ങൾ അവനെ ഇന്നലെ അടിക്കേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛന്റെ ഷർട്ടിലെ പൊടി തട്ടിക്കളയുന്നത് പോലെ കാണിച്ചുകൊണ്ട് അച്ഛന് 2 അടി കൊടുക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് അവനെ അടിച്ചതിൽ വിഷമം ഉള്ളതുകൊണ്ടാണോ ഇന്നലെ ഉറങ്ങാൻ സാധിക്കാഞ്ഞത്? അത്ര വിഷമമുണ്ടെങ്കിൽ അവൻ ഒരു കാർ വാങ്ങിക്കൊടുത്തുകൂടെ? അത് കേട്ടതും അച്ഛന് ദേഷ്യം വരുന്നു. അവൻ എന്തിനാ കാർ? നീ അവനെ പുഞ്ഞാരിപ്പിച്ചു വളർത്തിയിട്ടാ അവൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞു. അച്ഛൻ ബഹളം വെക്കുന്നു. അമ്മ പറഞ്ഞു, മിണ്ടാതിരിക്കെ, അവൻ ഉണരും. ശരിയാ, ഞാനാണ് അവനെ ഇങ്ങനെ വളർത്തിയത്. അതുകൊണ്ടാണ് അവൻ നിങ്ങൾ നന്നായി പോകുവാനായി ഷൂസൊക്കെ പോളിഷ് ചെയ്തു വെക്കുന്നത്. അച്ഛൻ പറഞ്ഞു. അവനോട് ഞാൻ പറഞ്ഞോ ഇതൊക്കെ ചെയ്യാൻ? ജോലിക്ക് പോകേണ്ടതിന് പകരം ഇതാണോ ചെയ്യുന്നേ? അമ്മ അച്ഛന്റെ വാ പൊത്തിപ്പിടിച്ചു. ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞു. വേഗം പറഞ്ഞുവിടുന്നു. സ്നേഹം പുറത്തു കാണിക്കാതെ ഉള്ളിൽ വെക്കുന്നത് കൊണ്ടാകും അച്ഛന് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. ഹീറോ ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അമ്മ അവനെ വിളിച്ചുണർത്തുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട് രാവിലെ തന്നെ വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഹീറോ റെഡിയായി അവിടേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട് ഹീറോയെ വിളിച്ചത് ഒരു റിയാലിറ്റി ഷോയിലേക്കാണ്. അവരുടെ മറ്റൊരു ഫ്രണ്ട് യുവാൻ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഫ്രണ്ട് നിർബന്ധിച്ച ഹീറോയെ ആ ഷോയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു ഡേറ്റിംഗ് ബന്ധപ്പെട്ട ഒരു ഷോയാണ്. അവിടെ 4 പെൺകുട്ടികളും 4 ആൺകുട്ടികളുമാണ് ഉള്ളത്. അവർ ഓരോരുത്തരായി വന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട് വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നു. അങ്ങനെ അടുത്തതായി ഹീറോ അവിടെ വന്ന് അവനെ പരിചയപ്പെടുത്തുന്നു. അവൻ പൂക്കൾ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഹീറോയെ കണ്ടതും പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അവനെ വളരെ ഇഷ്ടമായി. ഷോയുടെ ഭാഗമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി ഹീറോയോട് ചോദിക്കുന്നു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് ഫ്ലവർ ആണെന്ന്. ഹീറോ പറഞ്ഞു, കോസ്മോസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ. അതേസമയം ഓഫീസിൽ ഹീറോയുടെ അച്ഛൻ എംപ്ലോയീസ് എല്ലാം വിളിച്ചു വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവസാനം അവർ ചെയ്ത പ്രോജക്റ്റ് നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് അതിലൂടെ കമ്പനിക്ക് വളരെയധികം ലാഭം ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം സ്പെഷ്യൽ ബോണസ് കൊടുക്കുന്നതാണ്. ഇത് കേട്ട് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാം വളരെയധികം സന്തോഷമാകുന്നു. അതേസമയം താൽപര്യം ഇല്ല എന്ന് പറഞ്ഞു വന്ന ഹീറോ അവിടെ അവരുടെ കൂടെ ചേർന്ന് പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഷോ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ടു പോകുന്നു. അതേസമയം ഇവിടെ ഓഫീസിൽ ഒരു കോൾ വരുന്നുണ്ട്. അത് വളരെ വലിയൊരു കമ്പനിയിൽ നിന്നാണ്. അവരുടെ കമ്പനിയുമായി ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഓഫറിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇത് കേട്ട് എംപ്ലോയീസ് എല്ലാം വളരെ സന്തോഷമാകുന്നു. അവരുടെ ഒപ്പം വർക്ക് ചെയ്താൽ നമ്മുടെ കമ്പനിയും അവരുടേതുപോലെ വളരും എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം.
പക്ഷേ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിന് അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടിവരും. ഇതൊരു ചെറിയ കമ്പനിക്ക് റിസ്ക് തന്നെയാണ്. എംപ്ലോയീസ് പറയുന്നുണ്ട് റിസ്ക് എടുത്താൽ മാത്രമേ നമ്മുടെ കമ്പനിയും വളരൂ. അത് മാത്രം അല്ല, ഇനി ഇങ്ങനെ ഒരു ഓഫർ വരുമോ എന്ന് കൂടെ അറിയില്ല. അച്ഛൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സെയോൺ കുറച്ച് ഫയലുകളുമായി അവിടേക്ക് വരുന്നു. ഹീറോയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നിന്റെ അഭിപ്രായം എന്താണ് ഈ വലിയ കമ്പനിയുടെ ഓഫറിനെക്കുറിച്ച്? സെയിൻ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് ആ ഓഫർ നല്ലതായിരിക്കും. പക്ഷേ നമ്മുടെ കമ്പനിക്ക് ഇപ്പോഴുള്ള സ്ഥിതി വച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ആ ഓഫർ സ്വീകരിക്കുക, അല്ലെങ്കിൽ പഴയതുപോലെ തുടരുന്നതായിരിക്കും നല്ലത്. അവൾ ബോസിന്റെ തീരുമാനം എന്താണെന്നും ചോദിക്കുന്നുണ്ട്. അതേസമയം റിയാലിറ്റി ഷോ കഴിഞ്ഞ് ഇറങ്ങിയ ഹീറോ തന്റെ ഫ്രണ്ട് യുവാനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആരും ഫോൺ എടുക്കുന്നില്ല. ഫ്രണ്ട് ചോദിച്ചു നീ ശരിയായിട്ടുള്ള നമ്പറിൽ തന്നെയാണോ വിളിക്കുന്നേ? ഹീറോ പറഞ്ഞു അതെ, ഞാൻ 3 ദിവസമായി അവനെ വിളിക്കുന്നുണ്ട്. ഫ്രണ്ട് പറഞ്ഞു എന്നാൽ അവൻ വല്ല വെക്കേഷനും ഫാമിലിയോടൊപ്പം പോയതായിരിക്കും. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ സെയോൺ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അതേസമയം സെയോണിന്റെ അനിയത്തി ആരും കാണാതെ നൈറ്റ് ക്ലബിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും വരികയാണ്. നേരെ സെയോണിന്റെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. സെയോൺ ആണെങ്കിൽ അവളെ പോകാൻ വിടാതെ നിന്റെ ഇന്റർവ്യൂ അടുത്ത് വരികയല്ലേ, അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ പറഞ്ഞു. അനിയത്തി ആണെങ്കിൽ ഒരു കോമഡിയായിട്ട് പ്രസന്റ് ചെയ്ത് കാണിക്കുന്നു. അവൾ നന്നായി പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് അത് ഇരുന്ന് പഠിക്കാൻ സെയോൺ അവളോട് പറഞ്ഞു. അതേസമയം ഹീറോ തന്റെ ഗാർഡനിൽ എന്തോ ഒരു പരീക്ഷണത്തിലാണ്. അവൻ വളരെ കെയറിങ്ങോടെയാണ് ഓരോ ചെടിയിനെയും വളർത്തുന്നത്. ഗാർഡനിലെ ജോലികൾക്ക് ശേഷം ഹീറോ വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ നേരത്തെ വീട്ടിൽ എത്തിയിരുന്നു. ഹീറോ വീട്ടിൽ എത്തിയതും ഉടനെ അച്ഛന്റെ ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം ഹീറോയുടെ അച്ഛൻ ആ വലിയ കമ്പനിയുടെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ ഹീറോയും ഫ്രണ്ട്സും നടന്നുവരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ജൂണും റിമിയും വരുന്നുണ്ട്. ജൂൺ ഹീറോയോട് ചോദിച്ചു നീ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതും ഒരു ഡേറ്റിംഗ് റിയാലിറ്റി ഷോ. ഇത് കേട്ട് റിമി അവനോട് ചോദിച്ചു നീ എന്തിനാണ് അതിൽ പോയത്? ഡേറ്റിന് പോകണമെങ്കിൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ നിന്നെ ഡേറ്റിന് വിളിക്കുമ്പോഴെല്ലാം നീ താൽപര്യം ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇത് കേട്ട് ജൂൺ അവളെ കളിയാക്കുന്നുണ്ട്. നീ ഇവനെ ഡേറ്റിന് വിളിച്ചോ എന്ന് ചോദിച്ച് നീ ഇവിടെ നിന്നൊന്ന് പോയേ, എനിക്ക് ഹീറോയോട് സംസാരിക്കണമെന്ന് അവൾ പറഞ്ഞു. അവനാണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നു. ഹീറോ അവനെ തടഞ്ഞു. അവൾക്കു നിന്റെ കൂടെ വരാൻ താൽപര്യമില്ല എന്ന് പറഞ്ഞതല്ലേ? ഹീറോ അവനോട് പോകാൻ പറഞ്ഞു. അവൻ ദേഷ്യത്തിൽ കാർ പിന്നോട് എടുത്തിട്ട് മുന്നോട്ട് എടുക്കുന്നു. ഹീറോയെ ഇടിക്കാൻ വരുന്നതുപോലെ ഹീറോ ഒരു അടിപോലും അനങ്ങാതെ അവനെ തുറച്ചു നോക്കി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഇടിക്കേ എന്ന ഭാവത്തിൽ അവിടെ തന്നെ നിന്നു. അതിനുശേഷം ഹീറോയും ഫ്രണ്ട്സും സംസാരിക്കുകയാണ്. അവരുടെ ഫ്രണ്ട് യുവാൻ എവിടെ പോയെന്ന് ആർക്കും ഒരു അറിവും ഇല്ല. അതിലൊരു ഫ്രണ്ട് പറയുന്നു അവനെ അന്ന് രാത്രി മുതൽ കാണാനില്ല, അവന്റെ ഫാമിലിയും എങ്ങോട്ടോ പോയി. ഹീറോ ഇത് കേട് തതും അവിടെ നിന്ന് എങ്ങോട്ടോ ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ നേരെ യുവാന്റെ വീടിന്റെ മുന്നിലാണ് വന്നത്. അവിടെ ആരും ഇപ്പോൾ താമസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവർക്ക് വന്ന ലെറ്റേഴ്സ് എല്ലാം അവിടെ പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഹീറോ അതെല്ലാം എടുത്തു നോക്കുമ്പോൾ അവിടേക്ക് ആരോ വരുന്നുണ്ട്. അവൻ ഹീറോയെ കണ്ടതും അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഹീറോ അവനെ കണ്ടതും അത് യുവാൻ ആണെന്ന് അവന് മനസ്സിലായി. ഹീറോ പിന്നാലെ ഓടിച്ചെന്നു. യുവാൻ പറഞ്ഞു ഞാൻ എന്റെ വീട് ഒന്ന് അവസാനമായി കാണാൻ വന്നതായിരുന്നു, നീ അതിനും സമ്മതിക്കല്ലേ? ഹീറോ ചോദിച്ചു നിനക്ക് ഇതാണ് പറയാനുള്ളത്, നിന്റെ മുഖത്ത് എന്താണ് പറ്റിയത്? അവൻ ഹീറോയുടെ കൈകൾ തട്ടിമാറ്റിയിട്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് പൊയ്ക്കോ, എന്റെ കൂടെ നിന്നെ ആരേലും കണ്ടാൽ അത് പ്രശ്നമാകും. ഹീറോ ചോദിച്ചു എന്ത് പ്രശ്നം? എന്തായാലും ഞാൻ നോക്കിക്കൊള്ളാം. യുവാൻ പറഞ്ഞു നീ ആരെയും വിശ്വസിക്കരുത്. എന്റെ ഫാമിലിക്ക് ഈ അവസ്ഥ വരാൻ കാരണം അവർ എല്ലാരെയും കണ്ണടച്ചു വിശ്വസിച്ചുകൊണ്ടാണ്. പണത്തെ വിശ്വസിക്കാം, പക്ഷേ ആൾക്കാരെ വിശ്വസിക്കരുത്. ഹീറോ ചോദിച്ചു നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? അവൻ പോകാൻ ഒരുങ്ങുമ്പോൾ ഹീറോ അവനെ പിടിച്ചു നിർത്തിയിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്നു മുഴുവൻ പൈസയും പേഴ്സ് ഉൾപ്പെടെ അവൻ കൊടുത്തു. അതുമാത്രമല്ല തന്റെ കഴുത്തിലുള്ള മാലയും പിന്നെ വാച്ചും കൂടെ കൊടുത്തു. അവനോട് പറഞ്ഞു നേരെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോണേ. ഇത് കേട്ട് യുവാൻ പറഞ്ഞു ഞാൻ മരിക്കാൻ ഒന്നും പോകുന്നില്ല, എന്റെ ഫാമിലിക്ക് ഞാൻ മാത്രമേയുള്ളൂ. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നു. ഹീറോ തിരിച്ചുവരുന്ന വഴി ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നു അച്ഛൻ ഫുഡ് കഴിക്കുന്നത് കാണുന്നുണ്ട്. അവൻ അച്ഛനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് പോയി. അടുത്ത സീനിൽ ഹീറോയും ഫ്രണ്ടും ഗാർഡനിൽ ജോലി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഫ്രണ്ട് പറഞ്ഞു അവർ പറഞ്ഞത് ആ റിയാലിറ്റി ഷോ ടിവിയിൽ വന്നു കഴിഞ്ഞാൽ ഏജൻസീസ് നമ്മളെ വിളിക്കും എന്നാണ്. പക്ഷെ വിചാരിച്ചതുപോലെ ആരും വിളിക്കുന്നില്ല. എന്റെ ഡ്രീം പെട്ടെന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അവൻ ഹീറോയോട് ചോദിച്ചു ഇതാണല്ലേ നിന്റെ ഡ്രീം? ഈ പൂക്കൾ എല്ലാം നീ തന്നെയാണോ വളർത്തിയത്? എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. റോസിൽ തന്നെ ഒരുപാട് വെറൈറ്റിയുള്ള ചെടികൾ അവിടെ ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ എത്തിച്ചാൽ നല്ല കാശും കിട്ടും.
ഫ്രണ്ട് ചോദിച്ചു, ഇതെല്ലാം നീ അച്ഛനെ കാണിച്ചോ? ഹീറോ പറഞ്ഞു, ഞാൻ അടുത്ത് തന്നെ അച്ഛനോട് പറയാം എന്നാ വിചാരിക്കുന്നേ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയുടെ അച്ഛൻ ഓഫീസിലേക്ക് വരുന്നതാണ്. പുറമെ എല്ലാവരുടെ അടുത്തും ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും ആളുടെ ഉള്ളിൽ എന്തോ വിഷമം ഉണ്ട്. ഹീറോയുടെ അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇപ്പോൾ ബാങ്കിൽ നിന്നാണ് വരുന്നത്, അവിടെ കുറച്ചു പൈസ അടക്കേണ്ടി വരും. ഇറ്റാലിയൻ കമ്പനിയുമായിട്ടുള്ള ഡീലിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ എല്ലാം കൊടുത്തു. നമ്മുടെ എക്സ്പോർട്ട് ചെയ്ത പ്രോഡക്ട്സ് ഒന്നും ഇതുവരെ പോർട്ടിൽ എത്തിയിട്ടും ഇല്ല. നിങ്ങളുടെ ഈ മാസത്തെ ശമ്പളം തരാൻ കുറച്ച് താമസിക്കും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് എംപ്ലോയീസ് എല്ലാവരും പറഞ്ഞു, അതൊന്നും സാരമില്ല, ആ പ്രോഡക്ട്സൊക്കെ മാർക്കറ്റിൽ എത്തുമ്പോൾ എല്ലാം ശരിയാവും. അവരെല്ലാം ഹീറോയുടെ അച്ഛനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാലറി ഞാൻ തരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. റൂമിൽ ചെന്നതും അച്ഛൻ നെഞ്ചുവേദന വന്ന് താഴേക്ക് വീണു. ശബ്ദം കേട്ട് അവരെല്ലാം ഓടിയെത്തി. ഉടനെ തന്നെ അച്ഛനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹീറോ അവിടേക്ക് ഓടിവരുന്നതിനിടയിൽ സെയോണിനെ അറിയാതെ തട്ടി അവൻ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ അവൻ ഉടനെ തന്നെ സോറി പറഞ്ഞു അവിടെ നിന്ന് തിടുക്കത്തിൽ പോകുന്നു. ഹീറോയുടെ അമ്മ അവിടെ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഓടിച്ചെന്ന് അമ്മയോട് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി. ഹീറോ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛൻ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അടുത്ത സീനിൽ സെയോൺ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവൾ അത് ഹീറോയുടെ അച്ഛനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അനിയത്തി അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ശമ്പളം പോലും തരാത്ത ബോസിനെ നീ എന്തിനാണ് കാണാൻ പോകുന്നതെന്ന്. അവൾ പറഞ്ഞു, നീ സൂക്ഷിച്ച് സംസാരിക്കും, നിന്റെ ഫസ്റ്റ് ഇയർ സെമിസ്റ്റർ ഫീസ് അടച്ചത് പോലും അദ്ദേഹം തന്ന പൈസ കൊണ്ടാണ്. അങ്ങനെ ഹീറോയും പോകാനായി ഫുഡ് എടുത്തു വെക്കുന്നു. അതേസമയം അച്ഛനെ നോക്കുന്നത് ഹീറോയാണ്. ഹീറോയെ അവന്റെ ഫ്രണ്ട് വിളിച്ച് ചിട്ട് പറയുന്നു, ഇവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. റിമിയെയും ഫ്രണ്ട്സിനെയും അവർ പിടിച്ചുവച്ചിരിക്കുകയാണ്. നീ വേഗം വരണം. എന്തോ സീരിയസ് ഇഷ്യൂ ആണെന്ന് വിചാരിച്ച് ഹീറോ അവിടേക്ക് വേഗം ചെല്ലുന്നുണ്ടെങ്കിലും അവർ ഹീറോയെ പ്രാങ്ക് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. സെയോൺ ബോസിനെ കാണാൻ വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൾ കൊണ്ടുവന്ന് ഫുഡ് അവിടെ വച്ചിട്ട് പോകാൻ പോകുമ്പോൾ ബോസ് അവളെ വിളിക്കുന്നുണ്ട്. അവളോട് ഹീറോയുടെ പേര് പറയുന്നു. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ ഇവിടെ ഹീറോയെ അവരെല്ലാവരും കളിയാക്കുകയാണ്. അതേസമയം ഹീറോയുടെ ഫ്രണ്ട് അവിടേക്ക് വന്നിട്ട് ചോദിച്ചു, നീ ഇവിടെ എന്ത് ചെയ്യുകയാ? നിനക്ക് മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ലേ? വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഹീറോ അവിടെ ഓടിയെത്തുമ്പോൾ ആരെയോ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് തന്റെ അച്ഛനായിരിക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. നീ എവിടെയായിരുന്നു? അവസാന നിമിഷം നീ അച്ഛന്റെ കൂടെ ഇല്ലായിരുന്നോ? അത് ഹീറോയുടെ അച്ഛൻ ആയിരുന്നു. അവന് വിശ്വസിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല തന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. അച്ഛൻ ആയിരുന്നു അവന്റെ എല്ലാം. അവന് അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.